Voice of Marketing, in touch with positive people. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ടീമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ വീട് നിർമ്മിക്കുക, ഫുൾഫിൽ ചെയ്തൊരു വീട്, അതൊരു ടീം വർക്ക് അല്ലേ? നമ്മൾ ഒരു പ്ലോട്ട് കാണുന്നത് ഉൾപ്പെടെ, അതിൻ്റെ പ്ലാൻ അറേഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെ, അത് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുന്നത് ഉൾപ്പെടെ, ഇഷ്ടിക വെച്ച് പണിത് മുകളിലേക്ക് വരുന്നു, സിമെന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുന്നു, അല്ലെ കോൺക്രീറ്റ് ചെയ്യുന്നു, അതിനെ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, പെയിന്റ്സ് ചെയ്യുന്നു, പിന്നെ ഇലക്ട്രിസിറ്റി അതോറിറ്റി വന്ന് അത് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വീട്ടിലേക്ക് പിന്നെ ഫർണിച്ചേഴ്സ് വാങ്ങിക്കുന്നു. എന്തുമാത്രം പ്രോസസ്സാണ് അത്. ബിസിനസ് ആംഗിളിലേക്ക് കൊണ്ടുവന്നാൽ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്തുമാകട്ടെ, ഒരു പ്രോഡക്റ്റ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ്, ബ്രാൻഡായി കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് പിന്നെയും ഒരു സ്കെയിലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്? ഒരു ടീം വർക്ക്, ഒരു ടീമിനെ ആദ്യം ഉണ്ടാക്കേണ്ടതുണ്ട്. ശരിയാണല്ലോ അല്ലെ? പിന്നെ അതിനെ കൃത്യമായ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ പ്ലാറ്റ്ഫോം കൃത്യമായി കണ്ടെത്തി അത് ഗ്രോത്ത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അത് ലീഡ്സ് വരുന്ന മാർക്കറ്റിംഗ് ടീമിന് കിട്ടുന്ന ലീഡ്സ് കൃത്യമായിട്ട് അത് സെയിൽസ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്ത് അത് ഫോളോ അപ്പ് നടത്തി, ഫോളോ അപ്പ് CRM അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഫോളോ അപ്പ് നടത്തി, അതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ബുക്കിൽ വെച്ചിട്ട് നോട്ട് ചെയ്തിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. അതാണ് സിസ്റ്റമിങ്. അങ്ങനെ ചെയ്താലും മതി. കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. അപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ചേർന്ന് നിൽക്കുമ്പോഴാണ്, ഒത്തൊരുമയോടെ നിൽക്കുമ്പോഴാണ് ഒരു ബിസിനസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ടീം വർക്ക് എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിന് അത് സക്സസിന്റെ വെളിച്ചം തന്നെയാണ് ഒരു ടീം എന്ന് പറയുന്നത്. ഒരു ടീം ഉണ്ടാക്കാൻ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് കൺസേണ് കഴിഞ്ഞിരിക്കണം. നമ്മുടെ മനുഷ്യന് മാത്രമല്ല, ടീമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെല്ലാ അവസ്ഥകളിലുമുണ്ട്. നമുക്ക് കടലിലേക്ക് പോയാൽ അവിടെ ഡോൾഫിൻ നിങ്ങൾ കണ്ടിരിക്കും. ഡോൾഫിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് കൃത്യമായി ഒരു ഗ്രൂപ്പായിട്ടാണ് നടക്കുകയുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള ഡോൾഫിൻ അവയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടുക്ക് നിർത്തി അവരെ സംരക്ഷിക്കും എന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിഷുകളൊക്കെ ചെകിളപ്പൂക്കളുടെ ഇടയിലൂടെ വെള്ളത്തിനകത്ത് വെച്ച് അടിയിൽ വെച്ച് ശ്വസിക്കുമ്പോൾ ഇവയ്ക്ക് മാത്രം മുകളിലേക്ക്, നമ്മളെപ്പോലെ ശ്വാസകോശം തന്നെയാണല്ലോ അവർക്കും ഉള്ളത്, മുകളിലേക്ക് വന്ന് ശ്വസിക്കുന്നവയാണ്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ, ഒരു ടീം വർക്ക്, അത് മാത്രമല്ല, മനുഷ്യരെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. വളരെയധികം ബുദ്ധിശക്തിയുള്ള ഒരു ജീവിയാണ് ഡോൾഫിൻ. അപ്പോൾ അവരുടെ കടലിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടീം വർക്ക്, ഒരു ടീമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ ടീമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നു? സ്രാവ് അതൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കാനും ആ ഒരു കരുത്ത് അവർക്കുണ്ട്. അവർക്ക് അങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാൻ അത് സാധിക്കുന്നു. എപ്പോഴും ടീമായിട്ട് നിൽക്കുന്നത്, എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത്, അത് സക്സസിലേക്കുള്ള വെളിച്ചം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ ടീമായിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചിട്ട്, എന്തൊക്കെ ബെനിഫിറ്റുകൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ടീമായിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്, ഒരു 6 ആദ്യത്തെ ബെനിഫിറ്റുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന വലിയ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സാധിക്കുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷൻ സക്സസ് ആകണമെങ്കിൽ അവർക്ക് ഒരു ടാർഗറ്റ് ഗോള് ഉണ്ടാകുമല്ലോ. ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് അവർ മാർക്കറ്റിലേക്ക് എത്തിച്ച് അത് സെയിൽ നടത്തി അത് ഇൻഫ്ലോ, അത് കൺവേർട്ട് ചെയ്ത് ക്യാഷായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ടീം അത് ലീഡാക്കി മാറ്റുന്നു, ആ ലീഡ് സെയിൽസ് ടീമിൻ്റെ കൊടുക്കുന്നു, സെയിൽസ് ടീം ആ കസ്റ്റമറെ നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത്
അത് ഫോളോ അപ്പ് ചെയ്ത് അത് സെയിൽസിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അത് സ്ഥാപനത്തിലെ ബില്ലിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നു. അതിന് ഇൻവോയ്സ് ചെയ്യുന്നു. ആ ഇൻവോയ്സ് ചെയ്ത പ്രോഡക്റ്റ് ഓർഡർ എടുത്ത് വയ്ക്കുന്നു. ഏതൊക്കെ ആ ഓർഡർ സെഷനിൽ വന്ന് ഓർഡർ എടുത്ത് അവർ കൈകാര്യം ചെയ്യുന്നു. അതിനുശേഷം അത് പാക്ക് ചെയ്യുന്നു. അതിനുശേഷം അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നു. ആ കസ്റ്റമറുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ വളരെ സുഗമമായിട്ട് നടക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചത് സാധിക്കുമോ? ഇതൊരു ടീം വർക്കാണ്. ഒരു ഓർഗനൈസേഷൻ സക്സസ് ആകണമെങ്കിൽ ആ ഓർഗനൈസേഷന് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമായിട്ട്, ഒരു സർവീസ് ഇൻഡസ്ട്രിയിലായാലും പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിലായാലും ടീമായിട്ട് നിന്നാൽ മാത്രമാണ്, ഓരോ ലക്ഷ്യത്തിന് വേണ്ടി ടീമായിട്ട് നിന്നാൽ ആ ഓർഗനൈസേഷൻ വളരെ സഡനായിട്ട് സക്സസ്സിലേക്കുള്ള യാത്ര നടത്താൻ സാധിക്കുന്നു. അടുത്ത കാര്യം എന്താണ്? ജോലിഭാരം കുറയ്ക്കുന്നു. ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ജോലിഭാരം കുറയുന്നുണ്ടല്ലേ. ഏൽപ്പിക്കുന്ന ഓരോ അതോറിറ്റിയെ ഏൽപ്പിക്കുന്ന ജോലികൾ മാത്രം അവർ ചെയ്താൽ മതി. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാൻ ഏൽപ്പിക്കുന്നു. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫ്ലോ ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയകൾ കൃത്യമായിട്ട് ചെയ്യുന്നു. സെയിൽസ് ടീം സെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അത് ക്ലോസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഇവിടെ ജോലിഭാരം കുറയുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് സഞ്ചരിക്കുന്ന വഴികള് നിരവധി വഴികളിലൂടെയാണ് അത് കസ്റ്റമറുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ വളരെ സഡനായിട്ട് തന്നെ ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരാൾ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ അടുത്ത് എത്തിക്കുന്നത് വളരെ പ്രയാസമായിരിക്കും. അധികം ടേൺ ഓവറും സെയിൽസ് വോളിയവും ഉള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമായിട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് ഓരോ വ്യക്തികളെയും ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതോറിറ്റികളെ ഒരു സെൻട്രൽ പോയിന്റിൽ ഇരിക്കുന്ന വ്യക്തി ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ആ ടീം ആ ജോലി ചെയ്തുകൊള്ളും. മൂന്നാമത്തെ പോയിന്റ് എന്നാ വേഗതയും കാര്യക്ഷമതയും കൂടുന്നു. ശരിയാണല്ലോ. ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ആ ജോലി ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ വളരെ സഡൻ ആയിട്ട് തന്നെ ആ ജോലി പ്രോസസ്സിങ് ചെയ്ത് തീർത്ത് ഫിനിഷിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശരിയല്ലേ? മറ്റൊരു കാര്യം എന്താ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു. കാരണം ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് ആ അതോറിറ്റിയെ ഏൽപ്പിക്കുമ്പോൾ ആ ഓപ്പറേഷൻ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് ആ പ്രോഡക്റ്റ് കസ്റ്റമറുടെ അടുത്തേക്ക്, റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വളരെ സഡനായിട്ട് സാധിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ഈ ടീം വർക്കിൻ്റെ വലിയ ബെനിഫിറ്റാണ്. ഏത് സ്ഥാപനമായാലും ടീം ഉണ്ടാക്കിയെടുക്കുക, ഒരു നല്ല ടീമിനെ വളർത്തിയെടുക്കാൻ കാര്യക്ഷമതയുള്ള സിൻസിയറായ അറ്റാച്ച്ഡായ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്ഥാപനത്തിന് സാധിച്ചാൽ അത് ഒരു സക്സസ് ആയിരിക്കും. ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിലേക്കുള്ള ഒരു സക്സസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊരു റിയാലിറ്റിയാണ്. ഫോർത്ത് പോയിന്റ്, പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നു. പുതിയ ആശയങ്ങൾ ഉറപ്പായിട്ടും രൂപപ്പെടാൻ സാധ്യതയില്ലേ? എങ്ങനെയാണ് പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നത്? ഒരു ടീം ആയിട്ട് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പല ചിന്താഗതികൾ, പല എക്സ്പീരിയൻസുകൾ, പല അനുഭവങ്ങൾ, ജീവിതത്തിലെ വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് മുന്നിലിരിക്കുന്നത്. ശരിയാണോ? അവിടുത്തെ ഓണേഴ്സിനേക്കാളും മാനേജിംഗ് ഡയറക്ടേഴ്സിനേക്കാളും സ്പെസിഫിക് ആയ കാര്യങ്ങൾ നോളജ് ഉള്ള സ്റ്റാഫുകൾ ഉണ്ടാകാം. അപ്പോൾ ഇന്നോവേറ്റീവായിട്ട് പുതിയ മാർക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ എന്തൊക്കെ പരീക്ഷിക്കാം, സെയിൽസ് ഗ്രോത്ത് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ
നമുക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തു പോകാൻ, ഫിനാൻസിൽ കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഹ്യൂമൻ റിസോഴ്സസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. അങ്ങനെ ഒരു മീറ്റിങ്ങിലൂടെ പുതിയ ഇന്നോവേഷൻ, പുതിയ കണ്ടെത്തലുകൾ, പുതിയ പരീക്ഷണങ്ങൾ കിട്ടുകയും ആ നോളജ് വെച്ച് ആ സ്ഥാപനത്തെ അപ്ഡേറ്റ് ചെയ്ത് ഒരു പുതിയ ഒരു അവസ്ഥയിലേക്ക്, ഗ്രോത്തിലേക്ക്, സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോകാനും ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൂടെ ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നു. ആ മീറ്റിംഗ് എങ്ങനെയാണ് സാധിക്കുന്നത്? മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരാൾ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, 15, 20, 30 ആളുകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് ഒരു സക്സസ്സിലേക്കുള്ള യാത്ര ഉറപ്പായിട്ടും ഉറപ്പുവരുത്തുന്ന കാര്യം തന്നെയാണ്. പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്നു, ഉറപ്പാണല്ലോ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അത് ചെക്ക് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുകയും ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ ജോലി ചെയ്ത വ്യക്തിയെ ആ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് പിന്നെ ആ മിസ്റ്റേക്ക് വരുത്താതെ ശ്രദ്ധിക്കാൻ സാധിക്കുന്ന കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ എക്സ്പീരിയൻസുകൾ വളരെ വിഭിന്നമാണ്. ഓരോരുത്തർക്കുമുള്ള ജീവിതാനുഭവങ്ങളും എക്സ്പീരിയൻസുകളും വളരെ വിഭിന്നമായതുകൊണ്ട് ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ആ ടീമിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒപ്പം നിൽക്കുന്ന സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുത്ത് ആ ഭാഗം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലും അദ്ദേഹത്തിൻ്റെ നോളജിലും വെച്ചിട്ട് അത് പരിഹരിച്ച് വളരെ കുറ്റമറ്റതാക്കി അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു. അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഒരു വ്യക്തിയല്ല, ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടീമായിട്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻസി, ഓരോ കാര്യങ്ങൾക്കും ട്രാൻസ്പെറൻസി വരികയും പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താൻ ടീം വർക്കിലൂടെ സാധിക്കും എന്ന് പറഞ്ഞു വെക്കുന്നത്. 6ാമത്തെ പോയിന്റ്, തെറ്റുകൾ കുറയുന്നു, നിലവാരം കൂടുന്നു. ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ ക്വാളിറ്റി വർക്ക് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പ്രശ്നങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു. ആ ജോലിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഒരു ക്വാളിറ്റി ജോബായിട്ട് ഒരു ടീമിനെ, ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ ടീം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ടീമിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് ഇപ്പോൾ ടീമിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടീം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ശമ്പളം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ജോലിയെ ഒരു പാഷനായിട്ട് കാണുകയും ചെയ്യുന്ന ജോലിയോട് ഒരു കൂറ് പുലർത്തിയും, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ചെയ്യുകയും ഒരു സമർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്ന ജോലിയിൽ എൻജോയ്മെന്റ് കണ്ടെത്തുകയും അത് സക്സസ് ആകണം എന്ന് തീരുമാനിച്ചുറച്ചായിരിക്കും ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത്. ഇന്ന് ഒരു ജോലി ഇഷ്ടപ്പെടുന്നവർ, ഞാൻ മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്നത് എനിക്ക് ആ ജോലി ഇഷ്ടമായതുകൊണ്ടാണ്. ഇഷ്ടം, ഇതിൻ്റെ കൂടെ ഒരു സ്കില്ലും പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ടാലൻറ്റ് എന്നുള്ള കാര്യമുണ്ട്. പാട്ട് പാടാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, അതൊക്കെ ടാലൻ്റ് ആണല്ലോ. ഓരോ ജോലിയിലേക്കും പ്രവേശിക്കുന്നവർക്ക് അത് ചെയ്യാനൊരു താല്പര്യവും ഒരു വഴക്കവും ഉണ്ടാവും. അത് കൂടാതെ ഒരു സ്കില്ല് എന്നുള്ള സംഭവം കൂടിയുണ്ട്. സ്കില്ല് എന്താണ്? സ്കില്ല് നമ്മൾ നേടിയെടുക്കുന്നതാണല്ലേ. ജീവിതാനുഭവങ്ങൾ കൊണ്ടും നമ്മളുടെ അധ്വാനം കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നതാണ് ഒരു സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാലൻ്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ ചെറുപ്പം മുതലുള്ള നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ, ചെറുപ്പം മുതൽ നമുക്ക് ടാലൻ്റായിട്ട് കിട്ടുന്ന അങ്ങനെ പല കഴിവുകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത് ഒരു ടാലൻറ്റും കൂടിയാണ്. അതിനെ വളർത്തി മിനുക്കിയെടുക്കാൻ സ്കില്ല് കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് നിർത്തണം എന്ന് മാത്രം. അപ്പോൾ ടീം എന്നതിൻ്റെ ടാലന്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലേക്ക് വരുന്നവർ ആ ഒരു സ്പെസിഫിക് ആയ ഫീൽഡിൽ കുറച്ച് ടാലന്റ് കൂടി ഉള്ളവരാണെങ്കിൽ കൂടുതൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. തീയെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ്? എനർജി, ഊർജം ഉണ്ടാവണം.
ലോകത്ത് ജീവിതത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യം, പണത്തേക്കാൾ ഉപരിയായിട്ട് സംരക്ഷിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ, ആരോഗ്യം. അതുണ്ടാകണം. അതുണ്ടെങ്കിലാണ് വേറെ ഈ ലോകത്ത് എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പോൾ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യം ഉണ്ടായാൽ മാത്രമാണ് ഈ ടാലൻറ്റ് കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ, ഇത് ഉപയോഗപ്രദമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് TE എന്ന് പറയുന്നത് എനർജിയാണ്. ആ എനർജി, ആ ഒരു ഊർജം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ശൈലി നമ്മൾ ജീവിതത്തിൽ ശീലിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? ആറ്റിറ്റ്യൂഡ്. TEA, ആറ്റിറ്റ്യൂഡ്, മനോഭാവം. കാര്യങ്ങളെ എങ്ങനെ കാണുന്നു, പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, ഒരു പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി, ഒരു സ്മൈൽ ഫേസ്, ഒരു നല്ല മനോഭാവം ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിലല്ല, നിങ്ങളുടെ മനോഭാവത്തിലാണ് നിങ്ങളുടെ ഉയരം നിശ്ചയിക്കുന്നത് എന്ന് പറയും. മാർക്കറ്റിങ്ങിനെ സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം, ആ ടീമിനെ നയിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. അത് ഇല്ലാതെ പോയാൽ ആ ടീമിൻ്റെ കാര്യം അധോഗതിയാവും. കാരണം അതിലേക്കിനി പോയിട്ട് കാര്യമില്ല, രക്ഷയില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ഒരു ടീമിനെ പ്രതിസന്ധികളിൽ തരണം ചെയ്ത് മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം ആ ടീം ലീഡേഴ്സായിട്ട് വരുന്നവർ. പ്രശ്നങ്ങളുണ്ടാവാം, ഒബ്ജക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടാകാം. അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് വളരണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് വിൽക്കാനാണ് എന്നൊരു ദൗത്യമാണെങ്കിൽ അത് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എയിം. ആ ഗോളിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്ത് പ്രതിസന്ധികളും എന്ത് പ്രശ്നങ്ങളും വന്നാലും ആ ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ അതിനെ തരണം ചെയ്യാനുള്ള എനർജി, അതിനെ തരണം ചെയ്യാനുള്ള ആ മനോഭാവം നമുക്കുണ്ടാകണം. തോൽക്കുന്നേ, ഇവിടെ ഈ ലോകത്ത് എല്ലാവരും വിജയിച്ചല്ല വന്നിരിക്കുന്നത്, തോറ്റ് തന്നെയാണ്. ഓടുമ്പോൾ വീഴും, എഴുന്നേറ്റ് ഓടുമല്ലോ. സൈക്കിള് ചവിട്ടുന്നത് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം സൈക്കിളിൽ നിന്നും മറിഞ്ഞു വീണിട്ടുണ്ട്. വെറുതെ ഹാൻഡിൽ വന്ന് ഈടിലേക്ക് കുത്തി, മതിലിലേക്ക് കുത്തി വീണ് കൈയും കാലും പൊട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ സൈക്കിൾ ചവിട്ട് പഠിച്ചില്ലേ? ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്ത് എത്ര പ്രാവശ്യം അത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ആശാന്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം ചീത്ത കേട്ടിട്ടുണ്ട്. അതിനുശേഷം അത് വളരെ അനായാസമായി മാറിയില്ലേ? പഠിക്കാനുള്ള ആ മനോഭാവത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നില്ലേ? നീന്തൽ പഠിക്കുന്നവർക്കറിയാം. പണ്ടൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള കനാലിലും കുളത്തിലൊക്കെ നീന്തൽ പഠിക്കുകയായിരുന്നു. വാഴത്തടയൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ വാഴത്തട പിടിച്ചിട്ടൊക്കെ. എത്രമാത്രം വെള്ളം കുടിച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിച്ചപ്പോൾ. എന്തുമാത്രം വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വെള്ളമാണോ ചീത്ത വെള്ളമാണോ ഒക്കെ അല്ലല്ലോ കുടിച്ചത്. അതിനുശേഷം നീന്തൽ പഠിച്ചില്ലേ? ആ എനർജി, ആ മനോഭാവം ജീവിതത്തിൽ എപ്പോഴും, ഏത് തോൽവിയിലും ആ ഒരു ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിൽ ഉണ്ടായാൽ സക്സസ് ആകും, ഉറപ്പ്, ഡെഫിനറ്റ് ആയ കാര്യം. ടീമിലെ എന്താണ്? മാനേജ്മെന്റ്. എന്താ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ടീം ലീഡർ, ടീമിനെ നയിക്കുന്ന വ്യക്തിക്ക് കൃത്യമായി ആ കാര്യങ്ങൾ അലോക്കേറ്റ് ചെയ്യാനും കൃത്യമായ സംരക്ഷണം കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് ആ ടീമിനെ മാനേജ് ചെയ്യാനുള്ള മാനേജീരിയൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഈ മാനേജീരിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എസ്പെഷ്യലി മാർക്കറ്റിങ്ങിൽ, സെയിൽസിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് മാനേജീരിയൽ കപ്പാസിറ്റി. ആ ടീമിനെ നയിക്കുന്ന വ്യക്തി അത് കൃത്യമായ സമയത്ത് ടൈം ലാഗ് വരാതെ ആ പ്രശ്നങ്ങളെ, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൃത്യസമയത്ത് കണ്ടെത്തി ആ ടീമിനെ മുന്നോട്ട്, ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അത് കോർഡിനേറ്റ് ചെയ്യാൻ, ഏകോപിപ്പിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാകണം. മാനേജ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വയം നിയന്ത്രിക്കാനും
സമയത്തെ കൃത്യമായി മാനേജ് ചെയ്താൽ മാത്രമാണ് ഒരു ടീമിനെ സക്സസിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടീം എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ടാലന്റ്, അതിൽപ്പെടുന്ന സ്കില്ല്, നെക്സ്റ്റ് വൺ എനർജി, ഊർജം, തേർഡ് വൺ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഇതിനെ ക്രോഡീകരിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു ടീമിന് സാധിക്കണം, ഒരു ടീം ലീഡർക്ക് സാധിക്കണം. ഒരു ഓർഗനൈസേഷന് സാധിച്ചാൽ അത് സക്സസിലേക്കുള്ള ഉയരങ്ങൾ താണ്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടീം മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ടീമിനെ കുറിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു അധ്യായവുമായിട്ട് കടന്നു വരാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.